പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. നിലമ്പൂർ ചന്തക്കുന്ന് മജ്മക്കുന്ന് റോഡിന്റെ ദുരവസ്ഥയിൽ ദുരിതത്തിലായി 20-ലേറെ കുടുംബങ്ങൾ. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് സായിപ്പുമാർ കുതിരപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന നിലമ്പൂരിലെ പ്രധാന റോഡുകളിൽ ഒന്നാണിത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് സായിപ്പുമാർ കുതിരപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന നിലമ്പൂരിലെ പ്രധാന റോഡുകളിലൊന്നാണ് ഈ റോഡ്. എന്നാൽ വർഷങ്ങളായി ഈ റോഡിനോട് കാണിക്കുന്ന അവഗണനയാണ് 20-ലേറെ കുടുംബങ്ങൾ ഇന്ന് യാത്രാക്ലേശം അനുഭവിക്കാൻ കാരണം. പി അബ്ദുൽ വഹാബ് ഉൾപ്പെടെ ജനപ്രതിനിധികളോട് ഈ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു. പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന റോഡാണിത്. റോഡ് പൂർണ്ണമായി തകർന്നതോടെ രോഗികളെ ചുമന്നുകൊണ്ടുവേണം ഈ റോഡിലൂടെ വാഹന സൗകര്യമുള്ള റോഡിലേക്ക് എത്തിക്കാൻ. നിലമ്പൂർ നഗരസഭ പരിധിയിലാണ് ഈ റോഡെന്നതും ശ്രദ്ധേയമാണ്. പി അൻവർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും നൽകാമെന്ന് പറഞ്ഞ റോഡ് കൂടിയാണിത്. ഉയരമുള്ള സ്ഥലത്തായതിനാൽ കുടിവെള്ള പ്രശ്നവും നിലനിൽക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് ഒരു കിണർ പോലുമില്ല. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിയാണ് ഇവിടുത്തുകാർക്ക് ആശ്രയം. ഇന്ന് ശരിയാവും നാളെ ശരിയാവുമെന്ന പ്രതീക്ഷയിലാണ് ഈ ഭാഗത്തെ കുടുംബങ്ങൾ. മനുഷ്യന്റെ പ്രാഥമിക ആവശ്യമാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം റോഡ് എന്നുള്ളത്. വർഷങ്ങളായിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? പ്രായമുള്ള ആളുകൾ, ബുദ്ധിക്ക് സുഖമില്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഇവിടെ. ഒരു സമയത്ത് വയ്യാത്ത ആളെ എടുത്തു കൊണ്ടുപോകേണ്ട സാഹചര്യം അവിടെ ഉള്ള ഈ റോഡ് കണ്ടാൽ നമുക്കറിയാം. വർഷങ്ങളായിട്ട് ഞങ്ങൾ വോട്ട് ചോദിച്ചു വരുമ്പം ആകെ പറയുന്ന ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ ആവശ്യമാണ്. ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഫണ്ട് പാസ്സായി എന്ന് പറയല്ലാതെ യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും മുനിസിപ്പാലിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല. നിലമ്പൂർ മജ്മക്കുന്ന് സ്കൂൾക്കുന്ന് മജ്മക്കുന്നൊക്കെ പറയുന്ന പ്രദേശത്തിലെ 4-ാം വാർഡ് മുനിസിപ്പാലിറ്റി, നിലമ്പൂർ മുനിസിപ്പാലിറ്റി 4-ാം വാർഡത്തെ റോഡാണിത്. 4-ാം വാർഡത്തെ ഈ ബംഗ്ലാ റോഡ് എന്ന് പറയും. പഴയ കാലത്ത് ഇത് പുരാതന കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്തെ കുതിരവണ്ടി അന്നത്തെ വാഹനങ്ങളൊക്കെ ഓടിയുന്ന വഴിയാണ്. ഇപ്പോൾ ഈ അവസ്ഥ നോക്കണം, നിങ്ങൾ ഈ വിസലിൽ നോക്കിയാൽ കാണാൻ കഴിയും. നമ്മളെ അവസ്ഥ വളരെ ദുർലഭമായി. വണ്ടികൾ വിളിച്ചാൽ കിട്ടും, സൂക്കേട് പിടിച്ചാൽ വാഹനങ്ങൾ കിട്ടൂല, ഓട്ടോറിക്ഷ കിട്ടൂല, പോകാൻ വരും. ഇരുതലയും മുട്ടി നിൽക്കുമ്പോൾ വെള്ളപ്പൊക്കത്തിലൊക്കെ താഴ്ന്ന ആൾക്കാർ ഈ റോട്ടിൽ കൂടെ നടന്നിരുന്നത്. സ്കൂൾ കുട്ടികൾക്ക് നടക്കണം. പിന്നെ ഞങ്ങൾ 10-13 പെരക്കാർ ഇവിടെ ഇടങ്ങേറായി ജീവിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ഭർത്താവിന് സുഖമില്ലാതായിട്ട് കസാലയിൽ വെച്ച് കയറ്റി. പിന്നെ കതിയക്കുട്ടി പറഞ്ഞ ഓൾക്ക് സുഖമില്ലാതായിട്ട് കസാലയിൽ വെച്ച് കയറ്റി. ഞങ്ങൾ ഇവിടുക്കഞ്ഞ് റോഡിന് പോണ്, എത്ര ആളെ കാലാ പോയി പിടിക്കണ്. ഇതിന് ഞങ്ങൾക്ക് എന്തായാലും ഒരു തീരുമാനം കിട്ടണം. അധികൃതർ കണ്ണു തുറക്കാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ തങ്ങളുടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അതേസമയം റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരമുണ്ടാകുമെന്നും നഗരസഭാ ഫണ്ടിൽ തന്റെ ഇടപെടലിനെ തുടർന്ന് 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ഡിവിഷൻ കൌൺസിലർ റനീഷ് കുപ്പായി പറഞ്ഞു. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നത് കാത്തിരിക്കുകയാണ് ഇവിടുത്തുകാർ. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.